ഹലോ മക്കളെ, അപ്പൊ തമ്പ് കണ്ടിട്ടാണ് ഓടി നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അധ്വാനിക്കാതെ നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പല കുട്ടികളും സാറേ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് സാറേ, മാർക്ക് കിട്ടുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ അധ്വാനം ശരിയായിട്ടുള്ള രീതിയിലാണോ, ശരിയായിട്ടുള്ള ഡയറക്ഷനിലാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഡയറക്ഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കും. അപ്പൊ ഒരു പരീക്ഷാ സമയത്ത് മാത്രം നമ്മൾ കൈകളിലേക്ക് എടുക്കുകയും ഒരുപാട് ബഹുമാനത്തോടെ നിവർത്തി നോക്കുകയും ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്ക്. അതിനു മുമ്പേ നമ്മൾ ഇത് കാണാറ് പോലുമില്ല. മിക്ക കുട്ടികളും എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന സാധനം കാണാറ് പോലുമില്ല. അപ്പൊ ഒരു പരീക്ഷാർത്ഥിയുടെ മുന്നിൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എങ്കിലും നിങ്ങളുടെ കൈകളിൽ എത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ടെക്സ്റ്റ് ബുക്ക്. രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നു PYQ. ഈ 3 കാര്യങ്ങളും നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനം ശരിയായ രീതിയിലാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ഇനി എങ്ങനെയാണ് വേണ്ട രീതിയിൽ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് വേണ്ട രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ PYQ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ 10ാം ക്ലാസ്സുകളിലെ നല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കെമിസ്ട്രിക്ക് നമ്മൾക്കുണ്ട്. അതിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല. ഇനി ഇല്ലെങ്കിൽ അത് രണ്ടും ഉണ്ടായിരിക്കണം. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ വരുന്നു. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഏത് ചാപ്റ്റർ ആണോ സ്കൂളിൽ നിന്ന് പഠിച്ചത് അത് കൃത്യമായിട്ട് നമ്മൾ നിവർത്തി വെക്കുന്നു. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി പോകേണ്ട അല്ലെങ്കിൽ ഓടി എത്തേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമതായിട്ട് എന്തിനെ പറ്റി പഠിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രീനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ചില പ്രത്യേക ടേബിളുകൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ടേബിളുകളൊക്കെ ചില ചാർട്ടുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് ചില ഡയഗ്രങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് കെമിസ്ട്രിയിലെ ചില ഗ്രാഫുകളും അതേപോലെ തന്നെ ചില ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ചില ലബോറട്ടറി എക്സ്പെരിമെന്റുകളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ഡയഗ്രങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തണം. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റിലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ലെറ്റസ് അസസ് അല്ലെങ്കിൽ വിലയിരുത്താം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് നോക്കുക. എന്നിട്ട് ഹൈലൈറ്ററോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം വരും കേട്ടോ. ഡെഫിനിഷൻ വരും, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വരും, അങ്ങനെ എല്ലാ സാധനങ്ങളും വരും. പിന്നെ ടേബിളുകൾ ഉണ്ടാവും, ഡയഗ്രങ്ങൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പെൻസിൽ കൊണ്ടോ മാർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ നോട്ട്ബുക്കിലേക്ക് കയറുന്നു. അതായത് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട്ബുക്ക്. എല്ലാവർക്കും അറിയാം, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട്ബുക്ക് ഉള്ളത്. അതിൽ യാതൊരു സംശയവും ആർക്കില്ല. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തു, ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റുകൾ വായിച്ചു, അത് സിംപ്ലിഫൈ ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. ഏതൊക്കെ കൺസെപ്റ്റുകൾ, ഏതൊക്കെ ചിത്രങ്ങൾ, ഏതൊക്കെ ഡെഫിനിഷൻസുകൾ ഏത് രീതിയിൽ ആണ് ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് PYQ. അപ്പൊ ശരിക്ക് നമ്മൾ വെറുതെ PYQ പഠിക്കുന്നതല്ല, അതിന്റെ ആൻസറുകൾക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതല്ല. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ടോപ്പിക് എന്നാണ് വരുന്നത്, ആ ടോപ്പിക് ഏത് രീതിയിൽ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരു കളിസ്ഥലം അല്ലെങ്കിൽ ഒരു കളിക്കളം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് PYQ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു റൂട്ടിലായിരിക്കണം ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഇനി അങ്ങോട്ടുള്ള യാത്ര, ഇനി മോഡൽ എക്സാം ആണ് നമുക്കുള്ളത്. അപ്പൊ മോഡൽ എക്സാമിലേക്കുള്ള ആ യാത്ര
നമ്മൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഈ 3 പ്രധാനപ്പെട്ട പില്ലേഴ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചിരിക്കണം. നമ്പർ 2, നോട്ട് ബുക്കുകൾ നല്ല വൃത്തിയുള്ള നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ ഒരു അടിപൊളി നോട്ട്, ഇനി ഷോർട്ട് നോട്ട്സ് ആയാലും കുഴപ്പമില്ല, നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ നേരെ PYQലേക്ക് എത്തുന്നു. ഉറപ്പിച്ചോ? ഓക്കെ മക്കളെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഉറപ്പിച്ചോ? ഈ ഒരു 3 കാര്യത്തിന്റെ കൂടെയാണ് നിങ്ങളുടെ സഞ്ചാരമെങ്കിൽ, നിങ്ങളുടെ ദിശയെങ്കിൽ, നിങ്ങളുടെ ദിശാബോധമെങ്കിൽ ഈ വർഷത്തെ കെമിസ്ട്രി നമ്മൾ തൂക്കിയിരിക്കും. ഒരു സംശയമില്ല. വീണ്ടും കാണാം. ഗുഡ് ബൈ.